നവ്യയുടെ ഗർഭം കലക്കാനായിട്ട് അഭിയും ജലജയും കൂടിയിട്ട് വലിയൊരു പ്ലാൻ തന്നെ ചെയ്യുകയാണ്. അഭി പറയുന്നുണ്ട്, അന്ന് എന്തൊക്കെ നമ്മൾ ചെയ്തു, എന്നിട്ടും നവ്യനെ പുറത്താക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. അതിന്റെ എല്ലാം കാരണക്കാരി ആ നയനയാണ് എന്ന് അഭി പറയാണ്. അപ്പൊ ജലജ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം തീർക്കേണ്ടത് ആ അനിയത്തീനെയാണ്, നയനേനെ. എങ്കിൽ മാത്രമേ നമുക്ക് നവ്യനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ നവ്യക്ക് ഒരു കുട്ടി കൂടി ഉണ്ടായാൽ പിന്നെ ഒരിക്കലും അവൾ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവളുടെ വേരിവിടെ പിടിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ശരിയാ, ഒരു കുട്ടി കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് അഭി തന്നെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ട്, അവരെ ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അവരെ കാണുന്നുണ്ട്. അങ്ങനെ അവരോട് കാര്യങ്ങളെല്ലാം പറയാണ്. അവള് വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായതാണ്, എന്റെ മകന് പോലും ഉറപ്പില്ല അത് അവന്റെ മകന്റെ ആണോന്ന്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കളയണമെന്ന് പറയുമ്പോൾ അവര് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് ഏകദേശം 6 മാസം ആയില്ലേ, ഈ ഒരു കുഞ്ഞിനെ ഇപ്പൊ കളയാന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക് ആണ്, തള്ളയ്ക്കും കുഞ്ഞിനും കേട് സംഭവിച്ചേക്കാമെന്ന് പറയുമ്പം അവര് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ കുഞ്ഞില്ലാതാവണം, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബാൻ ചെയ്ത ഒരു ഗുളികയുണ്ട്, അത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം അത്രയ്ക്കും എഫക്റ്റീവ് ആയ ഒന്നാണ്. ചില സന്ദർഭങ്ങളിൽ മാതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണെന്നും പറഞ്ഞിട്ട് ജലജയ്ക്ക് അവർ ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ടാബ്ലറ്റ് രാത്രിയിൽ അവക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അബോർഷനായി പോകും. ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരണമെന്നും ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ചുള്ള എമൗണ്ട് ഒക്കെ അവിടെ സെറ്റിൽ ചെയ്തിട്ട് ജലജ ഗുളികയുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയതിനു ശേഷം അഭിയോട് പറയാണ്, ഇത് നീ നിന്റെ അനിയത്തിയെ കൊണ്ട് തന്നെ അവളുടെ അനിയത്തിയെ കൊണ്ട് തന്നെ അവൾക്ക് കൊടുപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പം അറിയാം, ഈ ലോകത്തുനിന്ന് തന്നെ ചിലപ്പം അവളും അല്ലെങ്കിൽ അവളുടെ കുഞ്ഞും അവളും കൂടെ ഒരുമിച്ച് പോയി കാണും എന്നൊക്കെ പറയുന്നു. ഈശ്വര, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് അഭി പറയുന്നുണ്ട്. എന്തായാലും ആ ഡോക്ടർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാത്രിയിൽ അബോർഷൻ ആയതുകൊണ്ട് തന്നെ തള്ളെ മരിച്ചാണെന്ന് എല്ലാവരും കരുതിക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. നയനെ കൊണ്ട് തന്നെ നീ ജ്യൂസ് എടുപ്പിച്ച് അതിൽ കലക്കി കൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അഭി പറയാണ്, നവ്യക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന്. അപ്പോഴേക്കും നയന, അതിനെന്താ അഭി, ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാമല്ലോ എന്നും പറഞ്ഞിട്ട് ആ ജ്യൂസ് ഉണ്ടാക്കി നയന കൊടുത്തുവിടുന്നു അബിയുടെ കയ്യില്. അങ്ങനെ അബി ആരും കാണാതെ അതിൽ ഗുളിക കലക്കിയിട്ട് കൊണ്ടുപോയിട്ട് നവ്യക്ക് കൊടുക്കുകയാണ്. സ്നേഹത്തോടെ തന്നെ നവ്യക്ക് കൊടുക്കുമ്പോൾ നവ്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അബി, എനിക്കിപ്പോ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ സ്നേഹത്തോടെ കൊണ്ട് തന്നാലേ കുടിക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബിയുടെ നിർബന്ധപ്രകാരം നവ്യ ആ ഒരു മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. നവ്യയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട്, ഇവൻ എന്തെങ്കിലും ചേർത്ത് കാണുമോ ഇതിനകത്ത്, പണ്ട് ഇതുപോലെ സ്നേഹത്തോടെ കപ്പളങ്ങാപ്പഴം തന്നവനാ, ഇപ്പോഴും എന്തെങ്കിലും ചേർത്ത് കാണും. സാരമില്ല, എന്റെ വയറ്റിൽ കുട്ടി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവൻ പോയിട്ട് ജലജയോട് പറയുന്നുണ്ട്, അമ്മേ, അവൾ ആ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ജലജ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞ പ്രകാരം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൾക്ക് വേദന വന്ന് തുടങ്ങും. വേദന വന്ന് അവൾ ഈ അലറി വിളിക്കും. അങ്ങനെ കുട്ടി അബോർഷനായി പോകും. നീ എന്തായാലും അവളുടെ അടുത്ത് തന്നെ വേണം, നീ അവളുടെ മുറിയിലേക്ക് പോയിക്കോ, ഓരോ നിമിഷവും ഉറങ്ങാതെ ശ്രദ്ധിച്ചോണം എന്ന് പറയുന്നുണ്ട്. അബി പറയാണ്, അതൊക്കെ ഞാൻ ഏറ്റമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബി അന്ന് അവളുടെ കൂടെ കനട്ട കിടക്കുന്നത്. അങ്ങനെ രാത്രിയെല്ലാം അബി വിളിച്ചിട്ട്, നവ്യ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നം അബി, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോഴും നവ്യക്ക് ഒരു പ്രശ്നവും ഇല്ല. രാവിലെ ജലജൻ ചോദിക്കുന്നുണ്ട് അബിയോട്, അബി എന്തായി, അവൾക്ക് ഒരു പ്രശ്നമില്ലേ? ഇല്ലമ്മേ, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ പകലുകൂടി ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നവ്യക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അതിന്റെ പിറ്റേ ദിവസമാണ് നവ്യക്ക് വളകാപ്പ് നടക്കാനിരിക്കുന്നത്. അങ്ങനെ അന്ന് പകല് ജലജ ആ ഡോക്ടറെ ഒന്നുകൂടി വിളിക്കുകയാണ്. എന്നിട്ട്, നിങ്ങൾ ഞങ്ങളെ ചതിച്ചതാണല്ലേ, ഞങ്ങളെന്നെ ക്യാഷ് മേടിച്ച് എന്നെ ചതിച്ചില്ലെന്നൊക്കെ ചോദിക്കുമ്പം ആ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ചതിച്ചിട്ടില്ല, നിങ്ങളെ വേണമെങ്കിൽ നിങ്ങളുടെ മരുമകളായിരിക്കും ചതിച്ചത്, അവള് ഗർഭിണിയാണോന്ന് ഒന്നുകൂടി പോയി ചെക്ക് ചെയ്ത് നോക്ക്, ആ ഗുളിക ഞാൻ മാറിയിട്ടൊന്നുമില്ല, കൃത്യമായിട്ട് തന്നെ തന്നുവിട്ടത്, ആ ഗുളിക കഴിച്ചാൽ ഉറപ്പായിട്ടും അബോർഷനാകും, അതിന് 10ാം മാസത്തെ കുട്ടിയാണെങ്കിൽ പോലും അബോർഷനായി പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മരുമകൾ ഗർഭിണിയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ അതെങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, അവളുടെ റിപ്പോർട്ട്സ് കിട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ അതെടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ അവള് ഗർഭിണിയാണെന്നല്ലേ നിന്നെ നോക്കി പറയാമെന്ന് പറയുന്നു. അങ്ങനെ ജലജ അവള് കാണാതെ നവ്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നതിന് ശേഷം കബോർഡ് തുറന്നിട്ട് അവളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണ്. നോക്കിയിട്ട്
നവ്യെ അറിയാതെ തന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുത്തുള്ള കാര്യം നവ്യക്ക് അറിയില്ല കേട്ടോ. പെട്ടെന്ന് നവ്യ അകത്തേക്ക് കയറി വരുമ്പോ എന്നെ തപ്പുന്ന പോലെ കാണിച്ചിട്ട് ദാ ഈ ബ്രേസ്ലെറ്റ് എടുക്കാൻ വന്നതാ, അതെന്റെ ബ്രേസ്ലെറ്റ് ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജലജ പെട്ടെന്ന് അവിടുന്ന് പോവാണ്. അങ്ങനെ നവ്യ വന്നിട്ട് ഈശ്വര ഇനി ഇവർ ഈ റിപ്പോർട്ട്സ് എങ്ങാനും കണ്ടു കാണുമോ ഒന്നും പറഞ്ഞിട്ട് ആ റിപ്പോർട്ട്സ് എടുത്ത് കീറിയിട്ട് അവളെ കക്കോസിട്ട് ഫ്ലഷ് ചെയ്ത് കളയാണ്. അപ്പൊ ഈ ഫ്ലഷ് ചെയ്യുന്നതൊക്കെ ജലജ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ച് നന്നായി എന്ന് പറഞ്ഞിട്ട് ജലജ ആ ഫോട്ടോ കൊണ്ടുപോയി ഡോക്ടറിന് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹാളിൽ നിന്നിട്ട് അങ്ങനെ പിറ്റേ ദിവസം ആവുന്നുണ്ട്. എല്ലാവരും വളകാപ്പിനുള്ള ഫംഗ്ഷനൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. എല്ലാവരും വളകാപ്പിൽ അവിടെ ആ ഒരു ഫംഗ്ഷന് നവ്യ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരുങ്ങിയിട്ട് ആദർശാണെങ്കിലും ഹാളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ജലജ ഡോക്ടറെ കോള് ചെയ്യുന്നത്. ഡോക്ടർ എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അവള് ഗർഭിണിയൊന്നും അല്ല, ഈ റിപ്പോർട്ട്സ് എല്ലാം ഫേക്ക് ആണെന്ന് പറയാണ്. ഫേക്ക് ആണെന്നോ? അപ്പൊ നവ്യ ഗർഭിണി അല്ലേ എന്ന് ചോദിക്കുന്നത് കിട്ടണമെന്ന് ആദർശ് ഇറങ്ങി വരുന്നത്. എന്താ അപ്പച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദാ നീ തന്നെ കേക്ക് എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ ഇട്ട് കേൾപ്പിക്കുകയാണ്. നവ്യ ഗർഭിണിയൊന്നും അല്ല, അവള് നിങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ റിപ്പോർട്ട്സിൽ എല്ലാം ഫേക്ക് ആണ് എന്ന് പറയുന്നു. കേട്ടോടാ അവള് നമ്മളെല്ലാം പറ്റിച്ചു എന്ന് ജലജ ആദർശോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് നേരെ അവളെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്ന ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ അടുത്തേക്ക് ജലജയും കൂട്ടി പോകുന്നുണ്ട്. അപ്പൊ ഇവര് പോകുന്ന വിവരമൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. അവിടെയാണല്ലോ വളകാപ്പിന്റെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുങ്ങി അവളെ ഇങ്ങനെ സാരിയെ കുടിപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. ഇതേ സമയത്ത് തന്നെ ആദർശും ജലജയും കൂടിയിട്ട് ആ ഡോക്ടറോട് പോയി ചോദിക്കുകയാണ് ശരിക്കും നവ്യ ഗർഭിണിയാണെന്നുള്ള കാര്യം. അപ്പോഴേക്കും ആദ്യം മുതലുള്ള സംഭവം മൊത്തം ആ ഡോക്ടർ പറയാണ് അന്ന് ആദ്യമായിട്ട് കാണാൻ വന്നപ്പം കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇത് പറഞ്ഞില്ല, ഞാൻ ഗർഭിണിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തി. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറയാണ്. അപ്പോഴേക്കും ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് മേടിക്കുന്നുണ്ട്. അങ്ങനെ ആദർശും ജലജയും കൂടിയിട്ട് ഭയങ്കരമുള്ള ദേഷ്യത്തില് അങ്ങോട്ടേക്ക് വരികയാണ്. ജലജ പറയാണ് കണ്ടില്ലേ മോനെ, അവൾ എന്തൊരു കള്ളിയാന്ന് കണ്ടില്ലേ, ഗർഭിണിയാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വിവാഹം കഴിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പെണ്ണായിരിക്കും അവളെന്ന് പറയാണ്. ഉറപ്പായിട്ടും നയനയും ഇതിന് സപ്പോർട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് ഇല്ല നയന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആർക്കറിയാം മോനെ, അടുത്ത് ഇനി അവളായിരിക്കും കള്ളത്തരം കാണിച്ചതെന്ന് നന്നായിട്ട് എരിവേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ജലജ. അങ്ങനെ രണ്ടുപേരും പന്തലിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അവിടുന്ന് മുത്തശ്ശി പറയാണ് ജലജ എവിടെ പോയി, ജലജയെല്ലാം ചെയ്യേണ്ടത് ജലജ എന്ന് പറയുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് നേരെ വന്നിട്ട് ആ പാത്രം എല്ലാം തട്ടി ഇങ്ങനെ എറിയുകയാണ്. അതായത് ആ ഒരു പന്തലിലുണ്ടായിരുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ പാത്രമൊക്കെ ഉണ്ടാവല്ലോ അതെല്ലാം ചവിട്ടി ഇങ്ങനെ എറിയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റിട്ട് ഇവരെന്താ ഈ ഭ്രാന്ത് കാണിക്കുന്നത് ആദർശ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിക്കുകയാണ്. ആ പാത്രം മൊത്തം ആദർശ് ചവിട്ടി എറിയാണ്. അപ്പോഴേക്കും നന്ദു എന്താ ഏട്ടാ ഇത്, എന്തൊരു ഫംഗ്ഷൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കുമോ എന്നൊക്കെ ചോദിച്ച് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും ആദർശ് എല്ലാം ചവിട്ടി എറിയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ നവ്യക്ക് കാര്യം ഏതാണ്ടൊക്കെ പിടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മുടെ നയനയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഏകദേശം ഈശ്വര പിടിക്കപ്പെട്ടെന്നുള്ളൊരു കാര്യം നയനയുടെ മനസ്സിലുണ്ട്. ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മോളെ, എന്താ എന്റെ മോള് മാത്രം ഒന്നും മിണ്ടായിരിക്കുന്നൊക്കെ നവ്യോട് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മകൻ എന്ത് പറയുന്നു, നമ്മുടെ മകനെ ഈ സമയത്ത് ഇങ്ങനെയുള്ള ഒച്ചയൊക്കെ നല്ലതാ എന്നും പറഞ്ഞിട്ട് അവളുടെ വയറ്റിൽ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും വായിൽ കൈയും വെച്ച് ഇവൾ എന്തായി കാണിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവേന എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് ജലജ നീ എന്തായി കാണിക്കുന്നത്, ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിലാണ് അടിക്കുന്നത്, നിനക്ക് എന്താ വിവരം ഇല്ലെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചില്ലേ, പക്ഷേ കുട്ടിയുടെ അമ്മയായ നവ്യ നോക്കിക്കേ എന്തെങ്കിലും കുലുക്കമുണ്ടോ, അവിടെ മാത്രം അടിക്കരുതെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ, അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നവ്യക്കും നയനയ്ക്കും കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ജലജ പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങനെ വലിച്ചഴച്ചിട്ട് അവളുടെ വയറിൽ നിന്നും ആ പാടിങ്ങനെ ഊരി കാണിക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ആ ഡോക്ടർ പറഞ്ഞ വോയിസും എല്ലാവരും കേൾപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും ഇവള് പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇവള് ഗർഭിണിയൊന്നും അല്ല, ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ് വയറ്റിൽ പാടും വെച്ച് കിട്ടി എല്ലാരും പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ അവിടെ നിന്ന് തലകുണിച്ച് നിൽക്കുമ്പോഴേക്കും കനകമൊക്കെ ആകെപ്പാടങ്ങ് ഞെട്ടിയിട്ട് അവരിങ്ങനെ വാവൊത്തി നിൽക്കുകയാണ്. എന്താണ് പറയണ്ടേ മിണ്ടണ്ടെന്ന് അറിയാൻ വയ്യാതെ നന്ദും ഗോവിന്ദനും ഒക്കെ ആകപ്പാടെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശനെ പിന്നെ പറയേണ്ടത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത്രയും മാസങ്ങള് ഒരു മനുഷ്യൻ പോലും അറിയാതെ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയുമ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്കിനി മറ്റൊരു കാര്യം അറിയണം, നയന ഇവിടെ വാ എന്ന് പറയുകയാണ്. നയന ഞെട്ടി വിറച്ചുകൊണ്ട് ആദർശിനടുത്തേക്ക് വരുന്നു. എനിക്ക് ഒരു കാര്യം അറിയണം, നീ ഇതിന് സപ്പോർട്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ ഒരിക്കലും ഞാൻ സപ്പോർട്ട് അല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നിനക്ക് ഇവള് ഗർഭിണിയല്ലെന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുകയാണ്. ആദർശ്
മുത്തശ്ശേട്ടാ അത് പിന്നെ ചേച്ചി എന്നോട് എന്ന് പറയുമ്പം നിന്നോട് ഞാൻ അറിയാമോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, അതിന്റെ മറുപടി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം നയന പറയാണ് ചേച്ചി ഗർഭിണി അല്ലായിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കാണ്. ജാനകിയും ദേവ്യാനിയൊക്കെ പറയുന്നുണ്ട് എങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, നിന്നെ ഞങ്ങളെല്ലാരും ഒരുപാട് സ്നേഹിച്ചിരുന്നു, നീ ഇപ്പൊ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് എന്ന് പറയാണ്. ജലജ മനസ്സിലോർക്കുന്നു ഈശ്വര ഞാൻ ചെറിയൊരു തുറുപ്പുചിട്ടിട്ട് നോക്കിയതാ, അതിപ്പം ഒരു കല്ലില് രണ്ട് മാങ്ങ എന്ന് പറഞ്ഞ അവസ്ഥയിലായല്ലോ, ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്.